ഹായ് അതെ. അപ്പോൾ ഞാൻ ഇന്നാണെങ്കിൽ എൻ്റെ നൈറ്റ് ഫുഡ് ഔട്ട് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്, ഔട്ട് സൈഡിൽ നിന്ന്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് ആര്യമായിട്ടാണ് പുറത്ത് പോകുന്നത്. ഇതാണ് ആര്യ. അവൾ വീഡിയോസിനൊക്കെ പോസ്റ്റ് ചെയ്യാനും ഫോട്ടോസ് എടുക്കാനൊക്കെ ഭയങ്കര ഷൈ ആണ്. പക്ഷേ എനിക്ക് എൻ്റെ ഒരു വളരെ നല്ല ഫ്രണ്ടാണ് കേട്ടോ. ഞാൻ ദുബായ് വന്നതിന് ശേഷം എനിക്ക് ബഡ് സ്പേസിൽ നിന്ന് ഇഷ്ടം പോലെ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. അതിൽ ഞാനുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ആളാണ് ആര്യ. ഞങ്ങൾ രണ്ടും കൂടി അടുത്തുള്ള നിയർ ആയിട്ടുള്ള സഹാറ മാളിലാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. അവർക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിനെ കുറച്ച് സന്തോഷം കിട്ടുമല്ലോ. അതുകൊണ്ട് ഇപ്പം വേൾഡ് കപ്പ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ആംബിയൻസ് ആണ് ചുറ്റും. അത് ഡെക്കറേഷൻ എല്ലാം ഫുൾ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കോർട്ടിലോട്ട് പോയപ്പോൾ ആദ്യം വഴി തെറ്റിപ്പോയി, ഡയറക്ഷൻ തെറ്റിയോണ്ട് പിന്നെ എസ്കലേറ്റർ 2-3 ടൈംസ് കയറേണ്ടി വന്നു. പിന്നെ അവിടെ ചെന്നപ്പോൾ അവിടെ ഇല്ല. പിന്നെ ഞങ്ങൾ ലിഫ്റ്റ് പിടിച്ച് താഴോട്ട് പോകാണ് കേട്ടോ. അവിടെയാണ് ഫുഡ് കോർട്ട്. ഇതിന് മുമ്പ് പോയിട്ടുണ്ടെങ്കിലും ബൈ മിസ്റ്റേക്ക് വഴി തെറ്റിപ്പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഏതാണ് സെലക്ട് ചെയ്യേണ്ടതാണ് പിന്നെ കൺഫ്യൂഷൻ. എനിക്ക് ഇതുമായിട്ട് വലിയ അറിവില്ലാത്തതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ളവരാണ് സെലക്ട് ചെയ്തത് അൽബേക്ക്. പിന്നെ ഞങ്ങൾ അതിന് ടോക്കൺ വാങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ടോക്കൺ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നമ്പർ 408 ആണ്. അപ്പോൾ ഇനി അത് ആവാൻ കുറച്ച് സമയം എടുക്കും. അതുപോലെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്ന കുട്ടി ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എനിക്ക് പോസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിലും സൂക്ഷിച്ച് വെക്കാനായിട്ട്. പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നല്ല തിരക്കുണ്ടായിരുന്നു. മാത്രമല്ല വളരെ ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ കുറവുണ്ടായിരുന്നുകൊണ്ട് സ്പേസ് കുറേ ഒഴിവായിട്ട് കിടപ്പുണ്ടായിരുന്നു. ഇതേ സമയം ഒരു 12-1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് ക്ലോസ് ചെയ്യും മോൾ കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങണം. അപ്പോൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എല്ലാ ലൈറ്റും അവർ ടേൺ ഓഫ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതാണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ. എല്ലാവരും കഴിച്ചിട്ട് പോയി. വളരെ കുറച്ച് ഫോറിനേഴ്സ് മാത്രമുണ്ട് കഴിക്കുന്നതായിട്ടിരുന്നു. അപ്പോഴത്തേക്ക് ലൈറ്റൊക്കെ അവർ ടേൺ ഓഫ് ചെയ്ത് കാണാം. തലേന്ന് ഇത്രയും നേരമുള്ള ഫുൾ ക്ലീനിങ് ഒക്കെ ചെയ്യേണ്ടത് നാളത്തേക്ക് വേണ്ടി. പിന്നെ ഞങ്ങൾ വാഷ്റൂമിലോട്ട് പോയി. വാഷ്റൂമിൽ ചെന്നാൽ പിന്നെ ഫോട്ടോഷൂട്ടാണല്ലോ. എല്ലാവരും ചെയ്യുന്ന പോലെ ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്ത് പല പോസിൽ ഫോട്ടോസ് എടുക്കലായിരുന്നു പരിപാടി. ഇത് കഴിഞ്ഞ് വേണം ഇനി അതിൻ്റെ എക്സിറ്റ് കണ്ടുപിടിക്കണം. കാരണം നൈറ്റ് ആകുമ്പോൾ കുറേ ക്ലോസ് ചെയ്യും. അപ്പം ഏതെങ്കിലും 2-3 എക്സിറ്റ് മാത്രമേ ഓപ്പൺ ആയിരിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് ഒരുവിധം വെളിയിലെത്തി. പിന്നെ ഞങ്ങൾ അവിടെ നേരെ ഡേ ടു ഡേയിലാണ് പോയത്. അവിടെ ചെന്നപ്പോൾ നമ്മുടെ സെക്ഷനായ ക്രാഫ്റ്റിൻ്റെ മെറ്റീരിയൽസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് വാങ്ങണമെന്ന് എനിക്കുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഡ്രസ്സ് വാങ്ങി എനിക്ക് കേട്ടോ. അത്യാവശ്യമുള്ള ഇന്നേഴ്സും കാര്യങ്ങളും എല്ലാം വാങ്ങി. അപ്പോൾ തന്നെ വളരെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു നൈറ്റ്. ഇത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ബില്ലിംഗ് സെക്ഷനിലോട്ട് പോകുന്ന വഴി ഞാൻ കുറേ ചാംസ് കണ്ട് നമ്മൾ ഷൂസിലൊക്കെ വെക്കുന്നത് എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ കാശ് പരിമിതമായതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഞാൻ മാത്രമേ പർച്ചേസ് ചെയ്തുള്ളൂ. അവൾ അധികം ഒന്നും പർച്ചേസ് ചെയ്തില്ല. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി വെളി നല്ല ചൂടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം അപ്പാർട്ട്മെൻറ്റിലോട്ട് തിരിച്ച് പോയി. ബൈ.